നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്ന സീമാൻ എക്സാമിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ LDC അതുപോലെ തന്നെ LGS എക്സാം എഴുതുന്നവർക്ക് ഒരു PSCയുടെ ഒരു മുന്നറിയിപ്പ് തന്നെയാണിത് അല്ലേ. നമുക്ക് അടുത്തിടെ നടന്ന പരീക്ഷകളെല്ലാം ചെയ്തു നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ PSC ഏത് മേഖലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്താണ് ചോദിച്ചത് എന്ന് അറിയാൻ പറ്റും അല്ലെ. ഇത് നമുക്ക് എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന എക്സാമിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ക്വസ്റ്റ്യൻസ് മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വേഗം തന്നെ ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പ് PSC പള്ളിക്കൂടം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് പ്രസ്താവനകളൊക്കെ വായിച്ചു നോക്കുക അല്ലെ. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. അത് ശരിയാണ് അല്ലെ. മൗലിക അവകാശങ്ങൾ 6 എണ്ണം ഉണ്ട്. അതും നമുക്കറിയാം, ശരിയാണല്ലോ. മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആ പ്രസ്താവന തെറ്റാണ്. ആരാണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു ആണെന്ന് പഠിച്ചു വെക്കുക. നാലാമത്തെ പ്രസ്താവന ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അതും നമുക്കറിയാം. അപ്പൊ ആൻസർ ഏത് വന്നു? 1, 2, 4 ശരിയാണ് എന്ന്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഏത് അവകാശത്തെയാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം അല്ലെ. ഏതാണത്? ആർട്ടിക്കിൾ 32 ആണ് അല്ലെ. 32-നെ ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം എന്ന് വിശേഷിപ്പിച്ചത്. ഈ 32-ാം ആർട്ടിക്കിളിനെയാണ് BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ 32-ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത് എപ്പോഴാണ്? 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷവും അംഗീകരിച്ച വർഷവും തമ്മിൽ മാറിപ്പോരുത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 26-നാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. ഓക്കെ. അടുത്ത ചോദ്യം: നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ആരുടെയാണ്? ഗാന്ധിജിയുടേതാണ് അല്ലെ. മഹാത്മാഗാന്ധിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും നിർദ്ദേശക തത്വങ്ങളാണ്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ 3 തരത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉള്ളത് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് എക്സാമിന് പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ആദ്യമായി ഭരണഘടന ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 1951-ലാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1951-ലാണ് ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഒന്നാമത്തെ പ്രസ്താവന ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു അല്ലെ. ആ പ്രസ്താവന തെറ്റാണ്. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ ആയിരുന്നു അല്ലെ. അപ്പൊ തന്നെ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ശരിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അതും ശരിയാണ്. അപ്പൊ തെറ്റായത് ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 മാത്രം. അടുത്ത ചോദ്യം: സാരേ ജഹാം സെ അച്ഛാ എന്ന ഗാനം രചിച്ചത് ആരാണ്? അതെല്ലാവർക്കും അറിയാം അല്ലെ. ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാം സെ അച്ഛാ എന്ന ഗാനം രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചത്. അപ്പൊ നോക്കാം. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിയാണ് അല്ലെ. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ പ്രസ്താവനയും ശരിയാണ്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതും ശരിയാണല്ലോ. അടുത്ത ഓപ്ഷൻ
ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രസ്താവന തെറ്റാണ് അല്ലെ. ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് അല്ലെ. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. അപ്പൊ നമുക്കിവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി 4 മാത്രം എന്നതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര. ശരിയാണ്. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. അത് ശരിയാണോ? അല്ല. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളാണുള്ളത്. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. അത് ശരിയാണ് അല്ലെ. അപ്പോ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്നത് എന്ന്? എപ്പോഴാണ് കുണ്ടറ വിളംബരം നടന്നത്? 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് നോക്കേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, മലബാർ കലാപം നടന്നത് 1921-ലാണ്. ശരിയാണോ? ശരിയാണ് അല്ലെ. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ആ പ്രസ്താവന ശരിയല്ല. എന്തുകൊണ്ടാണ്? മലബാർ കലാപം അന്വേഷിച്ചത് വില്യം ലോഗൻ കമ്മീഷനാണ്. മൂന്നാമത്തെ പ്രസ്താവന, മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരിക. അടുത്ത ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായി ആണ് അല്ലെ. പാർവതി ഭായി. അപ്പൊ പ്രൈമറി പാർവതി എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മാറിപ്പോയില്ല. പ്രൈമറി പാർവതി എന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അപ്പൊ ആദ്യത്തെ കലാപം ചോദിച്ചാൽ ഏതാണ്? അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപവും, ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപവുമാണ്. 15ാമത്തെ ചോദ്യം, പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? പഴശ്ശിരാജാവ് എപ്പോഴാണ് മരിച്ചത്? 1805 നവംബർ 30-നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1805 നവംബർ 30-നാണ്. അപ്പൊ 1805-ലാണ് രണ്ടാം പഴശ്ശി കലാപം അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ നവംബർ 30-നാണ് പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? മാനവ വികസന സൂചിക അല്ലെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യത്ത് നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും എന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ആണ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? അവിടെ ഒരു ആൻസറിൽ ഒരു ക്രോസ് മാർക്ക് വന്നുപോയി, ക്ഷമിക്കണം. 94%. ഓപ്ഷൻ ബി ആണ് ആൻസർ. 94% കേരളത്തിലെ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് എന്ന് പഠിച്ചു വെക്കുക. ആ ക്രോസ് മാർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനത് നേരത്തെ ചെയ്തപ്പോൾ വന്നു പോയതാണ്. അപ്പോൾ ക്ഷമിക്കുക. സാക്ഷരതാ നിരക്ക് എത്രയാണ് ഇപ്പോഴത്തെ? 94% എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ സാമ്പത്തിക ആസൂത്രണം അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളൊക്കെ കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ബക്രാനങ്കൽ ഡാം ഏതു നദിയിലാണ്? സത്ലജ് നദിയിലാണ് അല്ലെ. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ ഡാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഹോമി ജെ ഭാഭയാണ് അല്ലെ. ഹോമി ജഹാംഗീർ ഭാഭയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ന്യൂഡൽഹി ആണ് അല്ലെ. ന്യൂഡൽഹി. അപ്പൊ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച അക്കാദമി ഏതാണ്?
അതും PSCയുടെ ചോദ്യമാണ്. ഏതാണ്? ലളിത കലാ അക്കാദമിയാണ് അല്ലെ, ലളിത കലാ അക്കാദമിയാണ്. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ആരാണ്? ജോൺ മത്തായി ആണ് അല്ലെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി. ജവഹർലാൽ നെഹ്റു ആരായിരുന്നു? ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അല്ലെ, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഡിസംബർ 14 ആണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം. എന്നാൽ ലോക ഊർജ സംരക്ഷണ ദിനം എപ്പോഴാണ്? അത് മാർച്ച് 15 ഓർത്തു വെക്കുക. അപ്പൊ ദേശീയം എന്നത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡിസംബറിന്റെ D കണക്ട് ചെയ്താൽ മതി. ദേശീയം എന്ന് എഴുതുമ്പോൾ D അല്ലേ ആദ്യത്തെ ലെറ്റർ, അപ്പൊ ഡിസംബർ എന്ന് എഴുതുമ്പോൾ D ആണ്. അപ്പൊ ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നടന്ന 4-5ഓളം എക്സാമുകളിൽ ചന്ദ്രയാൻ 3 തന്നെ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചന്ദ്രയാനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു പോവുക. ഓക്കെ. ആദ്യത്തെ പ്രസ്താവന, 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയാണ് അല്ലെ. രണ്ടാമത്, 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. അതും ശരിയാണ്. പിന്നെ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു, അതായത് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു എന്നാണ് PSC ചോദിക്കാറ്. അപ്പോൾ 3 പ്രസ്താവനകളും ശരിയാണ്. എല്ലാം ശരിയെന്ന ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ചന്ദ്രയാൻ 3യെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തതാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ആ പ്രസ്താവന ശരിയാണ് അല്ലെ. അടുത്തത്, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. അത് ശരിയാണോ? അല്ല അല്ലെ. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? അത് മലനാട്ടിലാണ് ഉണ്ടാവുക. അപ്പൊ അടുത്ത പ്രസ്താവന, ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണോ? അല്ല, അതും മലനാടിന്റെ പ്രത്യേകതയാണ്. അപ്പോ നാലാമത്തെ പ്രസ്താവന, ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അത് ശരിയാണ്. അപ്പൊ നമുക്കിവിടെ തെറ്റായ പ്രസ്താവന വരുന്നത് 2ഉം 3ഉമാണ്. അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ B ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. അതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പൊ ഒന്നാമത്തെ, തുഷാരഗിരി കോഴിക്കോട്. അത് ശരിയാണ് അല്ലെ. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോടാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, വാഴച്ചാൽ പത്തനംതിട്ട. അത് തെറ്റാണ് അല്ലെ. വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ അതാണ് നമുക്ക് തെറ്റായ പ്രസ്താവന വരുന്നത്. ചീയപ്പാറ ഇടുക്കിയാണെന്ന് പഠിച്ചു വെക്കുക. പാലരുവി കൊല്ലമാണെന്നും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് ശരിയായ പ്രസ്താവന? മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 അത് ശരിയാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അതും ശരിയാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അതും ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. അത് ശരിയാണ്. സൈലന്റ് വാലി, ആറളം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് അല്ലെ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടാണ്. ആണോ? അല്ല, അത് തെറ്റാണ് അല്ലെ. അടുത്തത്, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാറാണ്. അതും തെറ്റാണ്. അപ്പൊ നമുക്കിവിടെ 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. ആണോ? അല്ല അല്ലെ. അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ചോല. അത് ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. അത് തെറ്റാണ് അല്ലെ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. അപ്പൊ നമുക്ക്
2ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം തെറ്റാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കബനി, പാമ്പാർ, പമ്പ, പെരിയാർ. ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ഉള്ളത്. ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലെ. അപ്പൊ നമുക്ക് കബനിയും പാമ്പാറും ആണെന്ന് മനസ്സിലാക്കാം. പമ്പയും പെരിയാറും ഒന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദികളല്ല. അപ്പൊ ആൻസർ ഏത് വരും? 1ഉം 2ഉമാണ് ആൻസർ. അപ്പൊ നമ്മൾ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, കാരണം 100 ക്വസ്റ്റ്യൻസ് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കണം അല്ലെ. അപ്പോൾ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്, ക്ഷമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവയിൽ ഏത്? ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധർമ്മമാണ് ചോദിച്ചത് അല്ലെ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുക. അപ്പൊ ബ്ലോക്ക് ത്രിതല പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധർമ്മം എന്താണ്? അവിടുത്തെ കാര്യങ്ങളെല്ലാം വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ എവിടെ ഏൽപ്പിക്കണം? ജില്ലാ തലത്തിൽ സമർപ്പിക്കുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധർമ്മം. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് അല്ലെ. കൊല്ലത്തുള്ള ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല. കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? കോട്ടയമാണ് അല്ലെ. കോട്ടയം. അപ്പൊ നമുക്ക് കടൽ തീരം ഇല്ലാത്ത ജില്ലക്ക് ഒരു കോഡ് ഉണ്ടല്ലോ, അറിയാമോ? EPP വാങ്ങാൻ കൊള്ളാം അല്ലെ. EPP വാങ്ങാൻ കൊള്ളാം എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇടുക്കിയാണ്. പിന്നെയോ പി പത്തനംതിട്ട, പിന്നെ രണ്ടാമത്തെ പി പാലക്കാട്, വാങ്ങാൻ കൊള്ളാം വയനാട്, പിന്നെ കൊള്ളാം എന്നുള്ളത് കോട്ടയമാണെന്ന് ഓർത്തു വെക്കുക. കൊള്ളാം എന്ന് കൊല്ലം എന്ന് വിചാരിച്ചു പോയത് കേട്ടോ. അപ്പൊ കോട്ടയമാണ്. EPP വാങ്ങാൻ കൊള്ളാം എന്ന് പഠിച്ചാൽ നമുക്ക് കടൽ തീരമില്ലാത്ത ജില്ലകൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. അടുത്ത ചോദ്യം, കക്കാട് ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് അല്ലെ. അതായത് ഈ കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. അപ്പൊ പമ്പാ നദിയിലുള്ള കക്കാട് ജലവൈദ്യുത, പമ്പാ നദി എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണല്ലോ. അപ്പൊ കക്കാട് ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഏത് നദിയിലാണെന്ന് ഓർത്തു വെക്കുക. പിന്നെ അപ്പൊ നമുക്ക് ജില്ലയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആൻസർ ഏതാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കിഴക്കൻ തീര സമതലം അല്ലെ, ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കാം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലേ? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീര സമതലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ താരതമ്യേന വീതി കുറവ്, അത് ശരിയാണോ? അല്ല അല്ലെ. താരതമ്യേന വീതി കുറവല്ല, കൂടുതലാണ്. അപ്പൊ ആ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. മൂന്നാമത്തേത്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതും ശരിയല്ല. അവിടെ കായലുകളും അഴിമുഖങ്ങളും ഒന്നും കാണപ്പെടുന്നില്ല. അപ്പോ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്ന പ്രസ്താവന ശരിയാണ്. കിഴക്ക് ഭാഗത്താണ് നമുക്ക് ഏത് സുന്ദർബൻ ഡെൽറ്റയൊക്കെ വരുന്നത്. അപ്പൊ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്ന പ്രസ്താവന ശരിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ തെറ്റായ പ്രസ്താവനയാണല്ലോ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2ഉം 3ഉം തെറ്റാണ് എന്ന് പറയാം അല്ലെ. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഏതാണ്? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ശരിയാണോ? ശരിയാണ് അല്ലെ. അപരദന തീവ്രത കൂടുതൽ, അതും ശരിയാണ്. കാരണം എല്ലാ കാലത്തും ഒരുപോലെ ജലസമൃദ്ധമായ നദികളായിരിക്കും ഏത്? ഹിമാലയൻ നദികൾ. നമ്മുടെ ഉപദ്വീപീയ നദികളിലാണെങ്കിൽ മഴക്കാലത്ത് മാത്രമായിരിക്കും ജലസമൃദ്ധി. പക്ഷേ ഹിമാലയൻ നദികളിൽ മഞ്ഞുരുകുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ജലസമൃദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ അപരദന തീവ്രത കൂടുതലായിരിക്കും. അതുപോലെ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശവും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലെ. അപരദന തീവ്രത കുറവാണ്, അത് തെറ്റാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം എന്നതും തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 3ഉം 4ഉം തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ നവശോവ അല്ലെ. നവശേവ എവിടെയാണ്? മുംബൈയിലാണ്. അപ്പൊ അത് പടിഞ്ഞാറ് ഭാഗത്താണല്ലോ. പിന്നെ കാണ്ടില ഗുജറാത്തിലാണ്. അപ്പൊ അതും പടിഞ്ഞാറ് ഭാഗത്താണ്. ഹാൽഡിയ അല്ലെ. ഹാൽഡിയ എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്തല്ല. വിശാഖപട്ടണവും പടിഞ്ഞാറ് ഭാഗത്തല്ല, കിഴക്ക് ഭാഗത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ് ആൻസർ വരിക? 1ഉം 2ഉമാണ് ആൻസർ വരിക. ഓപ്ഷൻ എ. അപ്പം തുറമുഖങ്ങളെല്ലാം പഠിച്ചു വെക്കണം. കിഴക്ക് ഭാഗത്തെ തുറമുഖങ്ങളും
പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? കാരക്കോറം, ഹിമാചൽ, സസ്കർ, സിവാലിക്. ഏതാണ്? കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ്. ഹിമാചൽ ആണോ? അല്ല. സസ്കർ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ വരിക? 1ഉം 3ഉം എന്നതാണ് ആൻസർ. കാരക്കോറം അതുപോലെ തന്നെ സസ്കർ, ഇത് രണ്ടും ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ്. ഹിമാചൽ, സിവാലിക്കും അതൊക്കെ എവിടെയാണ്? ഹിമാലയൻ മലനിരകളിലാണ്. അപ്പൊ ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന മലനിരകൾ മാത്രം എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു കോഡ് സെറ്റ് ചെയ്ത് നല്ല ഒരു ഷോർട്സ് ആയി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഷോർട്സ് പോയി കണ്ട് അത് പഠിക്കുക. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെയാണ് അല്ലെ. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അത് മൂന്നും പഠിച്ചു വെക്കുക. ഈ കബനി, ഭവാനി, പാമ്പാർ ഈ 3 കാവേരിയുടെ പോഷക നദികളും ഒഴുകുന്നത് കിഴക്കോട്ടാണ് എന്നും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. അപ്പൊ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെ, നമുക്ക് ഖാദി ബോർഡ് LDCയുടെ എക്സാമിൽ നമുക്ക് 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് ചോദിച്ചത്. ഈ എക്സാമിൽ ചോദിച്ചത് മത്സരിച്ച രാജ്യങ്ങളാണ്. അപ്പോൾ 2020 ക്രിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോണം. ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് അല്ലെ. 1ഉം 3ഉം ഏതാണ്? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ. ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ഏതായിരുന്നു? അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമായിരുന്നു അല്ലെ. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമായിരുന്നു 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി. അടുത്ത ചോദ്യം, 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ്. 2023 ആണ് കേട്ടോ. 2023 വയലാർ അവാർഡ് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അടുത്ത ചോദ്യം, 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഓപ്ഷൻ സി, രാഹുൽ ഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബ്രസീലിലാണ് നടന്നത്. ബ്രസീലിലാണ്. അതുപോലെ തന്നെ 2023 ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ് അല്ലെ. 2023 G20 ഇന്ത്യയിലും 24 ബ്രസീലിലുമാണ് എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഏതൊക്കെ മേഖലയാണ്? നമുക്കറിയാം, കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല അല്ലെ. ഈ 3 മേഖല, അതായത് നമ്മൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏത്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ഈ 3 മേഖലയിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ദേശീയ വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. അടുത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, 3 മാത്രം എന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, എങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കത്തി, കരി, താടി, പച്ച, മിനുക്ക് അല്ലെ. ഇത്രയും വേഷങ്ങളാണ് കഥകളിയിൽ ഉള്ളത്. അപ്പോൾ ഏതൊക്കെ വരും? 1ഉം 3ഉം വരും അല്ലെ. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. അപ്പൊ 1ഉം 3ഉം എന്നതാണ് ആൻസർ വരും. അടുത്ത ചോദ്യം, കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? ഏതൊക്കെയാണ്? കായികം എന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ് അല്ലെ. ക്രിക്കറ്റിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. അതുപോലെ ഹോക്കിയിലും എന്തുണ്ട്? 11 പേരുണ്ട്. പിന്നെയോ ഫുട്ബോളിലും 11 പേരുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ വെട്ടിക്കളയാം, കാരണം അതിലൊരു വോളിബോൾ ഉണ്ട് അല്ലെ. വോളിബോളിൽ 11 പേരല്ല. വോളിബോളിൽ എത്ര പേരാണ്? 6 പേരാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ 5 പേരാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ ആൻസർ വരിക? 1ഉം 3ഉം മാത്രം എന്നതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, രാത്രിമഴ. രാത്രിമഴ എന്ന കവിത ആരുടേതാണ്? സുഗതകുമാരിയുടേതാണ് അല്ലെ. സുഗതകുമാരിയുടേതാണ് രാത്രിമഴ എന്ന കൃതി. അപ്പൊ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ ഏതൊക്കെയാണ്? ബധിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത. ഇത് 3ഉം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്?
എങ്ങനെ അറിയാം? നമുക്ക് ഓപ്ഷൻ നോക്കാം അല്ലെ. ഒന്നാമത്തത് ഹിലാരി ക്ലിന്റൺ, രണ്ടാമത്തത് ബറാക് ഒബാമ, പിന്നെയോ ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ്, ഹിലാരി ക്ലിന്റൺ. അപ്പോ പദവി വഹിക്കാത്തത് ആരാണ്? മൂന്നാമത്തെ പ്രസ്താവന, ഹിലാരി ക്ലിന്റൺ ആണ് പദവി വഹിക്കാത്തത്. അപ്പോ എന്ത് ചെയ്യാം? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 3 മാത്രം എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 രൂപയാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാലോ അത്. ഓപ്ഷൻ എ 75 രൂപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? സംവിധാൻ സദൻ അല്ലെ. പഴയ പാർലമെന്റിന്റെ പേരെന്താണ്? സംവിധാൻ സദൻ എന്നാണ് ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ, സംവിധാൻ സദൻ. അതൊന്ന് പഠിച്ചു വെക്കണം, ഇനിയും ആവർത്തിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പുതിയ പാർലമെന്റിന്റെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നാണ് അല്ലെ. അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ബെഞ്ചമിൻ നെതന്യാഹു ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഏതാണ്? ഇസ്രയേലിന്റെ ആണ് അല്ലെ. ഇസ്രയേൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആരുടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലോ, ജൂൺ 12 ആരുടെ ജന്മദിനമാണ്? മലാല യൂസഫ്സായിയുടെ ജന്മദിനമാണ് അല്ലെ. ആരുടെയാണ്? മലാല യൂസഫ്സായി. അടുത്ത ചോദ്യം, ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. ആരാണ്? പുല്ലാണ് അല്ലെ. സസ്യങ്ങൾ. ഓപ്ഷൻ സി പുല്ല് എന്നതാണ് ആൻസർ വരിക. അപ്പൊ ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് സസ്യങ്ങളാണ്, അല്ലെങ്കിൽ പുല്ലാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. പുല്ല് തിന്നുന്ന പുൽച്ചാടി, പുൽച്ചാടിയെ തിന്നുന്ന തവള, തവളയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ തിന്നുന്ന കഴുകൻ. അങ്ങനെയാണ് ആഹാര ശൃംഖല പോകുന്നത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കരയിനമാണ്? ചന്ദ്രശങ്കര ഏതിന്റെയാണ്? തെങ്ങിന്റെയാണ് അല്ലെ. തെങ്ങിന്റെ സങ്കരയിനമാണ് ചന്ദ്രശങ്കര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഏതാണ്? കരളാണ് അല്ലെ. ഇത് നമുക്ക് ഇപ്പൊ അടുത്ത് തന്നെ 3 പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. ആംബുലൻസ് അസിസ്റ്റന്റിലും LDCയിലും ഒക്കെ നമുക്ക് ചോദ്യങ്ങളായി വന്നു. വീണ്ടും ഇനിയും വരാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ജീവകം ബി ആണ് അല്ലെ. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത്? വായ്പുണ്ണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പറയാറില്ലേ, വായ്പുണ്ണ് വരുന്ന സമയത്ത് കഞ്ഞിവെള്ളം കഴിച്ചാൽ മതി എന്ന് പറയും അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കഞ്ഞിവെള്ളത്തിൽ ധാരാളം വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. സാധാരണ കഞ്ഞിവെള്ളമല്ല, ആ ചുവന്ന അരിയുടെ, മട്ട അരിയുടെ കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായ്പുണ്ണൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി എല്ലാവരും ട്രൈ ചെയ്യല്ലോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? വന്യജീവി സങ്കേതം നീലഗിരി, അത് ശരിയാണോ? അല്ല അല്ലെ. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അടുത്തത് ദേശീയ പാർക്ക് സൈലന്റ് വാലി, അത് ശരിയാണ് അല്ലെ. സൈലന്റ് വാലി ദേശീയ പാർക്കാണ്. അടുത്തത് കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം, അത് തെറ്റാണ് അല്ലെ. ബയോസ്ഫിയർ റിസർവ് തന്നെയാണ് അഗസ്ത്യാർകൂടം. പിന്നെ വന്യജീവി സങ്കേതമാണ് അഗസ്ത്യാർകൂടം. പിന്നെയോ ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി, അത് തെറ്റാണ്. കടലുണ്ടി എന്താണ്? കമ്മ്യൂണിറ്റി റിസർവ് ആണ്. അപ്പൊ ഇവിടെ ശരിയായ ജോഡി ഏത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. ദേശീയ പാർക്ക് സൈലന്റ് വാലി എന്നതാണ് ശരിയായ ജോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഏതാണ്? ശാസ്ത്രജ്ഞർക്കാണ് അല്ലെ. ശാസ്ത്രജ്ഞന്മാർക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഏത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. PSC അടുത്തടുത്ത മേഖലകളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പൊ നമ്മളോട് എന്ത് ചോദിച്ചു? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് മേഖലയാണെന്ന് ചോദിച്ചു അല്ലെ. അടുത്ത ചോദ്യം നോക്കിയേ, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? അതേ മേഖലയിൽ നിന്ന് തന്നെ ചോദ്യം ആവർത്തിച്ചു. നോക്കിയേ, ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ആണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ നമുക്ക് നോക്കാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ശരിയാണോ? ശരിയാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, അത് തെറ്റാണല്ലേ. അത് ആൽക്കലിയുടെ സ്വഭാവമാണ്.
അടുത്തത് പി എച്ച് മൂല്യം 7ൽ കൂടുതലാണ്, അതും തെറ്റാണ്. പി എച്ച് മൂല്യം 7ൽ കുറവാണ് ആസിഡിന് വരികയുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൻസർ വരും? 1ഉം 4ഉം എന്നതാണ് ആസിഡിന്റെ പൊതുവായ സ്വഭാവങ്ങൾ. ശരിയാണല്ലോ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ വരിക. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, രണ്ട് സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെ കാണും? അതിനൊരു സൂത്രവാക്യം ഉണ്ട് അല്ലെ, ഏതാണ്? 360/θ-1 എന്നതാണ് അത് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യം. അതായത് n = 360/θ-1. അപ്പൊ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് അല്ലെ. ഏത് കോണളവാണോ തന്നിട്ടുള്ളത് ആ കോണളവിനെയാണ് തീറ്റ എന്നെടുത്ത് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ 360/60 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആൻസർ കിട്ടും? 5 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ്. അപ്പൊ ആ സൂത്രവാക്യം മനസ്സിൽ ഉറപ്പിച്ച് എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കുക. 360/θ-1 ആണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. നമ്മൾ പഠിച്ചിട്ടല്ലേ, ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിൽ അരുണാചൽ പ്രദേശ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അരുണാചൽ പ്രദേശ്, ആസാം ഒക്കെ ആ ഭാഗത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെ. അരുണാചൽ പ്രദേശിന്റെ അടുത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് ഇത്, ആസാം. അപ്പൊ നമുക്ക് ആസാമാണ് ആൻസർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അടുത്ത ചോദ്യം, ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? എന്താണ് ദോലന ചലനം? ഒരു വസ്തുവിന്റെ മുന്നോട്ടും പുറകോട്ടുമുള്ള ചലനമാണ് എന്ത്? ദോലന ചലനം അല്ലെ. അപ്പൊ ആട്ടുകട്ടിലെ ചലനം അത് ശരിയാണോ? ശരിയാണ്. ഫാനിലെ ദലങ്ങളുടെ ചലനം അത് ശരിയല്ല അല്ലെ. ഫാനിലെ ദലങ്ങളുടെ ചലനം എങ്ങനെയാണ്? അത് വർത്തുള ചലനമാണ്, വൃത്താകൃതിയിലുള്ള ചലനമാണ്. മൂന്നാമത്തേത് ക്ലോക്കിലെ പെൻഡുലത്തിലെ ചലനം അത് ശരിയാണ് അല്ലെ, അത് മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ്. നാലാമത്തേത് സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം അത് തെറ്റാണ്, അത് വർത്തുള ചലനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരിക? 2ഉം 4ഉമാണ് അല്ലെ. 2ഉം 4ഉമാണ് ആൻസർ വരിക, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് അല്ലെ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ് എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്? അവസാനമായി കാലുകുത്തിയ ആളെയാണ് ചോദിച്ചത് അല്ലെ. ആരാണ്? യൂജിൻ സെർനാൻ ആണ്. ആര്? യൂജിൻ സെർനാൻ. ആദ്യമായി കാലുകുത്തിയത് ആരാണ്? യൂറി ഗഗാറിനാണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം എപ്പോഴാണ്? മാർച്ച് 22 അല്ലെ. ഓപ്ഷൻ എ മാർച്ച് 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് വൈറസ്. ഏതാണ് ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി? റെനോ വൈറസ് ആണ് അല്ലെ. അപ്പൊ റെനോ വൈറസ് ആണ് ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഏതാണ്? ഈഡിസ് കൊതുകുകളാണ് അല്ലെ. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഏഡിസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? അതെല്ലാവർക്കും അറിയാം അല്ലെ. ഏതാണ്? HIV വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്നറിയപ്പെടുന്ന HIV വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് കാണപ്പെടുന്ന രക്തസമ്മർദ്ദ നിരക്കാണ് ചോദിക്കുന്നത്. ഏതാണ്? 120/80 mmHg ആണ് അല്ലെ. 120/80 mmHg. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? ടോട്ടൽ മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളാണുള്ളത്. എത്രയാണ്? 206 അസ്ഥികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പല്ലുകൾക്ക് വെളുപ്പു നിറം നൽകുന്ന ഘടകമാണ് ഏതാണ്? ഓപ്ഷൻ ഡി ഇനാമലാണ് അല്ലെ. പല്ലിന്റെ വെളുപ്പ് നിറം കാണപ്പെടുന്ന, നമ്മുടെ ഈ പല്ല് എന്ന് പറയുന്നതിന് നമ്മൾ പുറമേ കാണുന്ന പല്ലിന്റെ ഉപരിഭാഗം ഇനാമലാണ് അല്ലെ. ആ ഇനാമലാണ് പല്ലിന് വെളുപ്പ് നിറം നൽകുന്നത്. അടുത്ത ചോദ്യം, ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്കാണ് ചോദിച്ചത്. എത്രയാണ്? മിനിറ്റിൽ 72 തവണ അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ, മിനിറ്റിൽ 72 തവണ. അടുത്ത ചോദ്യം, പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ
ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് എംഫിസിമ. അപ്പോൾ ഏതാണ്? ഇലാസ്തികത നഷ്ടപ്പെട്ട് നമുക്ക് വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് ശ്വസന പ്രതല വിസ്തീർണം കുറയുന്ന രോഗം ഏതാണ്? എംഫിസിമയാണ്. അപ്പോൾ ബ്രോങ്കൈറ്റിസ് എന്താണ്? പുകയിലെ വിഷപദാർത്ഥങ്ങൾ കൊണ്ട് ശ്വാസകോശം വീങ്ങി വരുന്ന ഒരു രോഗമാണ് ഏത്? ബ്രോങ്കൈറ്റിസ്. മനസ്സിലായല്ലോ? അടുത്തത് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഏതാണ്? ടൈഫോയിഡ് ആണ് അല്ലേ. പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. രക്തസമ്മർദ്ദവും എന്താണ്? ജീവിതശൈലി രോഗമാണെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? വളരെ പഴയ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അല്ലേ. ഏതാണ്? മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി എന്നതാണ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? ഏത് ജീവിയാണ്? ഇരവികുളത്ത് വരയാടാണ് അല്ലെ. വരയാടിനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. ഓപ്ഷൻ ബി ഹോർട്ടികൾച്ചർ ആണ് പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി. ക്യൂണികൾച്ചർ എന്താണ്? അത് മുയൽ വളർത്തലാണ് അല്ലെ. എപ്പികൾച്ചറോ? തേനീച്ച വളർത്തൽ. പിസികൾച്ചർ മത്സ്യം അല്ലെ. മത്സ്യത്തിനെ വളർത്തുന്ന ശാസ്ത്രീയ രീതിയാണ് ഇത് പിസികൾച്ചർ. അടുത്ത ചോദ്യം നോക്കാം. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ഏതാണ്? നെല്ലാണ് അല്ലെ. അന്നപൂർണ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് നെല്ലാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. അതൊന്ന് പഠിച്ചു വെക്കണം. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നതാണ് ആൻസർ. ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി ബാക്കി 20 എണ്ണം മാത്സ് ആണ്. അപ്പം ഞാൻ ചോദ്യം വായിക്കാം, ആൻസറും പറയാം. നിങ്ങൾ ചെയ്തു നോക്കി പരിശീലിക്കാം. ചോദ്യം ഇതാണ്, 213/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ 1 എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 9720 എന്നതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100 ഉണ്ട്? എത്രയാണ്? ഓപ്ഷൻ ഡി 6 എന്നതാണ് ആൻസർ വരിക. 84ാമത്തെ ചോദ്യം, 7/1/2 5/1/4 മടങ്ങ് എത്ര? അതെത്രയാണ്? ഓപ്ഷൻ സി 39.375 എന്നതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 36 × 24 = 864 ആയാൽ 0.036 × 2.4 എത്ര? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 0.0864 എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, 75ന്റെ 20% 150ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ത്? എത്രയാണ് ആൻസർ? ഓപ്ഷൻ ബി 96 ആണ് ആൻസർ. അടുത്ത ചോദ്യം, 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്. 11,250 രൂപ. 88ാമത്തെ ചോദ്യം, √0.0676 = 0.26 ആയാൽ 0.026 എത്ര? എത്രയാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ. 0.0000676 ആണ് ആൻസർ. 89ാമത്തെ ചോദ്യം, 72 km/h = m/s. അപ്പോൾ 72 കിലോമീറ്ററിനെ m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടും? 20 എന്നതാണ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര? എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 20% എന്നതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, 1/3നും 1/2നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 5/12. അടുത്ത ചോദ്യം, 02814-34 ഏതാണ് വിട്ടുപോയ സംഖ്യ? ഓപ്ഷൻ സി 24 ആണ്. അടുത്ത ചോദ്യം, 93ാമത്തെ ചോദ്യമാണ്. ELFA, GLHA, ILJA-MLN ഏതാണ് ആൻസർ വരിക?
KLLA എന്നതാണ് ആൻസർ വരിക. അടുത്തത് 1985 ഡിസംബർ 25 ബുധനാഴ്ച ആയാൽ 1988 ജനുവരി 2 ഏത് ദിവസമായിരിക്കും? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ശനിയാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഇന്ത്യ രൂപ, ജപ്പാൻ ഏതാണ്? ജപ്പാനിൽ yen ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ yen. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി 36 ആണ് അല്ലെ. ബാക്കിയെല്ലാം നമുക്ക് ക്യൂബുകളായി എഴുതാൻ പറ്റും. 1ന്റെ ക്യൂബ് 1 തന്നെയാണ്. 5ന്റെ ക്യൂബാണ് 125. എന്നാൽ ആൻസർ 36 ഏതാണ്? അത് സ്ക്വയറേ വരുള്ളൂ. 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പൊ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, രാമുവിന് ക്ലാസ്സിൽ 14 റാങ്ക് ഉണ്ട്, ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട് എങ്കിൽ അവസാനത്തു നിന്നും നോക്കിയാൽ രാമുവിന്റെ റാങ്ക് എത്രയാണ്? ഓപ്ഷൻ സി 32 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകന്റെ 4 മടങ്ങ് പ്രായമുണ്ട്, 2 വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകന്റെ 3 മടങ്ങ് പ്രായമാകും എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം ഏതാണ്? ഓപ്ഷൻ ഡി 10 ആണ് അല്ലെ. 10 ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 2643 എന്ന് എഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് TULSO എന്നത് എങ്ങനെ എഴുതാം? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്, 43276 എന്നതാണ് ആൻസർ വരിക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നലെ നടന്ന സീമാൻ SR പരീക്ഷയിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ എല്ലാവരും പരീക്ഷയായി തന്നെ എഴുതി മാർക്ക് ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ PSC പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അത്യാവശ്യം ഇനി റിവിഷൻ ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കത് റിവിഷൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.